മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഞാൻ കൊടുത്ത കേസ് എന്ന് പറയുന്നത് SFIO ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു. അവർ CMRL കമ്പനിയിൽ നിന്നും അവർ കൈപ്പറ്റിയ പണം അനധികൃതമാണ് പണമെന്നായിരുന്നു എൻ്റെ വേർഷൻ. ആ വിഷയത്തിൽ കുറ്റക്കാരിയാണെന്നായിരുന്നു എൻ്റെ ആരോപണം. ആ വിഷയത്തിൽ വീണ വിജയനെ 3-ാം പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, ആളുകൾക്കത് അത് അറിഞ്ഞില്ലാത്തതാണോ ഇനി അറിയാത്തതായിട്ട് ധരിക്കുന്നതാണോ, ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഷോൺ ജോർജ് ഏറ്റെടുത്ത ദൗത്യമൊന്നും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ BJP വരുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. BJP വന്നതിന് ശേഷവും എനിക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭാരതീയ ജനതാ പാർട്ടി തന്നിരുന്നു. അത് കൃത്യമായി ഒരു കേസ് നമ്മൾ മുമ്പോട്ട് പോയാൽ അതിൻ്റെ എന്താ ചെയ്യേണ്ടത്, കോടതിയിൽ കൃത്യമായി അവർ പ്രതിയാക്കിക്കൊണ്ട് അവർ 3-ാം പ്രതിയായിട്ട് SFIO കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് 7 എറണാകുളത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വീണ വിജയൻ 3-ാം പ്രതി ആയിക്കൊണ്ട് ആ കേസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ അവർ പ്രോസിക്യൂഷൻ സ്റ്റേ മേടിച്ചിട്ടുണ്ട്. ആ സ്റ്റേ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തിൽ ആ കേസ് വീണ്ടും സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. ഒരു സംശയം വേണ്ട, ആ കേസിൽ വീണ വിജയൻ ജയിലിൽ പോയിരിക്കും, ഒരു സംശയം വേണ്ട.